I want to read a verse first of all in Romans chapter 10. അവസാനത്തെ സെഷനിലെ റോമാലേഖനത്തിൽ നിന്നൊരു വചനം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. In Romans 10 it says, റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. Verse 9, if you confess with your mouth Jesus is Lord, believe in your heart God has raised him from the dead, you'll be saved. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. Now generally speaking, we only emphasize faith. We don't emphasize so much the confession of our mouth. പൊതുവായിട്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് മാത്രമാണ് ഊന്നി പറയാറുള്ളത്. അതിൻ്റെ വായ കൊണ്ട് ഏറ്റുപറയുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഊന്നി പറയാറില്ല. But that is important. എന്നാൽ അതും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. Now supposing verse 9 says if you believe in your heart but you don't confess with your mouth. 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞു, യേശുവിനെ കർത്താവ് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, നിന്റെ വായ കൊണ്ട് ഏറ്റു പറയുന്നില്ല എന്ന് വിശ്വസിക്കുക. It says in verse 10, with the heart man believes, 10-ാമത് പറഞ്ഞു ഹൃദയം കൊണ്ട് resulting in righteousness, ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കുന്നു, and with the mouth he confesses, resulting in salvation. വായ കൊണ്ട് ഏറ്റു പറയുന്നവന്റെ രക്ഷയ്ക്കായിട്ട് അത് ഉതകുന്നു എന്നാണ്. So that's a pretty strong verse. അത് വളരെ ശക്തമായ ഒരു വാക്കാണ്. So if you don't confess with your mouth, there's no salvation according to this verse. നിന്റെ വായ കൊണ്ട് ഏറ്റു പറയുന്നില്ല എങ്കിൽ നിനക്ക് രക്ഷ ഉണ്ടാകുന്നുള്ളതാണ് ഈ വാക്കോട് അർത്ഥമാക്കുന്നത്. When we talk about salvation, unfortunately we have only one idea of salvation. രക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രക്ഷയെക്കുറിച്ച് ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ talking about salvation from hell. അത് നിങ്ങളുടെ നരകത്തിൽ നിന്നുള്ള രക്ഷ. But the New Testament speaks of salvation as a very big concept. എന്നാൽ പുതിയ നിയമം ആ രക്ഷയെ കാണുന്നത് വലിയ ഒരു വിവക്ഷയോടെയാണ്. Salvation from all sin and discouragement and defeat. പരാജയത്തിൽ നിന്നും പാപത്തിൽ നിന്നും നിരാശയിൽ നിന്നുമൊക്കെ ഉള്ള രക്ഷ. And salvation from some awkward situation. ചിലപ്പോൾ വേറെ വളരെ വൃത്തിഹീനമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു രക്ഷ. With the heart you believe, but with the mouth you confess, resulting in salvation. ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായിട്ട് നീ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. So it's very important that we confess with our mouth. നമ്മുടെ വായ കൊണ്ട് നമ്മൾ ഏറ്റുപറയുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. Whatever we believe. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതെല്ലാം. It makes a tremendous difference I have found in my life. എൻ്റെ ജീവിതത്തിൽ അത് വളരെ ഒരു വ്യതിയാനം സൃഷ്ടിച്ചത് ഞാൻ കാണുകയുണ്ടായി. See, in Revelation 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ it speaks about the devil accusing and deceiving people in the world. ലോകത്തിലുള്ളവരെ അപവാദം ചുമത്തുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സാത്താനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. That is in verse 10. 10-ാമത്തെ വാക്യത്തിലാണ് അവിടെ കാണുന്നത്. He accuses the brethren and verse 9 in the middle it says he deceives the whole world. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറയുന്നു. അവിടെ 9-ാം വാക്യത്തില് അവിടെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചിനെ കുറിച്ച് പ്രതിപാദിക്കും. So we're living in a world where the devil is trying to deceive everybody. നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്തിൽ സാത്താൻ നമ്മളെ തെറ്റിച്ചു കളയാനായിട്ട് വഞ്ചിപ്പാനായിട്ട് ശ്രമിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. We are in the midst of brothers and sisters whom the devil is always trying to accuse. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരെ അപവാദം പറയുവാനായിട്ടും സാത്താൻ രാപ്പകൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Sometimes he whispers those accusations in our ears also. ആ അപവാദം അവൻ നമ്മുടെ ചെവിയിലും ചില ദിവസങ്ങൾ മന്ത്രിക്കാറുണ്ട്. And it says here they overcame him, verse 11. 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അവരെങ്ങനെയാണ് അവനെ ജയിച്ചത്? Not only by the blood of the lamb, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് മാത്രമല്ല, by the word of their testimony. അവരുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും അവർ അവനെ ജയിച്ചു എന്നാണ്. Now this is not testimony in the church. അത് സഭയിൽ സാക്ഷ്യം പറയുന്നത് മാത്രമല്ല. That is good. അത് നല്ലത് തന്നെ. That is fulfilling the command which says you shall be witnesses unto me to the uttermost parts of the earth. നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിന്റെ അവസാനത്തോളം പോകുക എന്നുള്ള ദൈവ കൽപ്പനയുടെ ഭാഗമാണ്. So everywhere we are we should seek to be a witness for Christ. നമ്മൾ എവിടെയായിരുന്നാലും യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് എഴുന്നേൽക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. But here it's talking about being a word of testimony to the devil. ഇവിടെ സാത്താനെതിരായിട്ടുള്ള ഒരു സാക്ഷ്യവചനമാണ് പറയുന്നത്. Whenever I lead people to Christ, I always make them give a testimony to the devil. ഞങ്ങൾ ദൈവത്തിലേക്ക് ജനങ്ങളെ നടത്തുമ്പോൾ അവർ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ ഞാൻ അവരെ ഉത്സാഹിപ്പിക്കും. I say after you have asked Jesus to come into your life, forgive your sin. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിച്ചതിന് ശേഷം നിന്റെ പാപത്തിന് വേണ്ടി അവൻ ക്ഷമിച്ചു. Told him that you want to turn, repent of all your sins. നിന്റെ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിനക്ക് മനം തിരിഞ്ഞ് മാറുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. You believe that he died and rose for you. അവൻ നിനക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും. And you tell the Lord you believe that. നീ അത് അപ്രകാരം കർത്താവിനോട് ഏറ്റു പറയാനായിട്ട് പറയും. And then
you ask the Lord to come and be Lord of your life. നിന്റെ കർത്താവായ യേശുവിനെ നിന്റെ കർത്താവായിട്ട് ഹൃദയത്തിലേക്ക് ക്ഷണിപ്പാനായിട്ട് ക്ഷണിക്കുന്നു. Thank you, Lord, for hearing me. എന്നിട്ട് നീ പറയും, കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. Then, after he said Amen, ആമേൻ പറഞ്ഞതിന് ശേഷം I say, now you must speak to the devil. ഇപ്പോൾ നീ സാത്താനോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. Satan can hear you. He's everywhere. നീ Through his demons. അവന്റെ സാത്താൻ അത് It കേൾപ്പാനായിട്ട് doesn't കഴിയും. matter whether Satan himself or one of his demons hears you. സാത്താനോ അവന്റെ ഏജന്റുമാരായ കുട്ടിപ്പിശാചുകളോ ആരെങ്കിലും ഭൂതങ്ങളോട് ഉണ്ടായാൽ മതി, The message will get back to him. അത് അവന്റെ ഹെഡ് ഓഫീസിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. Satan, I don't belong to you. സാത്താനെ, ഞാൻ നിനക്ക് ഉള്ളവനല്ല. Jesus Christ came in the flesh യേശു ക്രിസ്തു ജഡത്തിൽ ലോകത്തിൽ വരികയും and he defeated you. അവൻ നിന്നെ കാൽവരിയിൽ തോൽപ്പിക്കുകയും ചെയ്തു. You were defeated on the cross. നീ കാൽവരി ക്രൂശിൽ Jesus തകർക്കപ്പെട്ടവനാണ്. Christ is my Lord. യേശു ക്രിസ്തു എന്റെ കർത്താവാണ്. You can't touch me anymore. അവന്റെ നിനക്ക് എന്നെ തൊടുക സാധ്യമല്ല. See, a simple word of testimony like this ഇതുപോലെ വളരെ ലളിതമായ ഒരു സാക്ഷ്യവചനം gives tremendous confidence and faith in our heart. നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിലുള്ള We വിശ്വാസം. overcome Satan by the word of our testimony. നമ്മുടെ സാക്ഷ്യവചന ഹേതുവാൽ നമ്മൾ സാത്താനെ ജയിക്കുന്നവരാണ്. It says in James chapter 4, യാക്കോബിന്റെ ലേഖനം Verse 4-ാം 7-ാം വാക്യം, submit to God, ദൈവത്തിന് കീഴ്പ്പെടുവീൻ, resist the devil and he will flee from you. സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് How do ഓടിപ്പോകുന്നതാണ്. I resist the devil? എങ്ങനെയാണ് ഞാൻ സാത്താനോട് എതിർത്ത് നിൽക്കുന്നത്? It's not inwardly I can resist temptation എനിക്ക് എന്റെ ആന്തരികമായ ആ പരീക്ഷയെ എതിർത്ത് നിൽക്കാൻ സാധ്യമാണ് without opening my mouth. എന്റെ വാ തുറക്കാതെ തന്നെ. For example, if I'm tempted to lust or hate, without opening my mouth I can resist it. മോഹത്തിനോ കോപത്തിനോ എന്റെ വാ തുറക്കാതെ എനിക്ക് ആ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ സാധ്യമാണ്. To resist Satan, എന്നാൽ I സാത്താനോട് have to open my mouth. എന്റെ വാ തുറന്ന് എനിക്ക് സംസാരിക്കണം. Because do you know Satan cannot know what you're thinking. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്ത സാത്താന് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ? Our thoughts, നമ്മുടെ ചിന്തകൾ only we and God can hear. നമുക്കും ദൈവത്തിന് മാത്രമേ അറിയാൻ സാധ്യമാവൂ. You can pray in your thoughts. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചിന്തയിൽ പ്രാർത്ഥിപ്പാനായിട്ട് In കഴിയും. fact, most of the time I pray in my thoughts and you can pray in your thoughts too. നമ്മുടെ ചിന്തയിൽ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിൽ പ്രാർത്ഥിക്കാം. And God hears. അതിന് മറുപടി ദൈവം അത് കേൾക്കുകയും ചെയ്യും. Something you think in your thoughts, the devil can't hear. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് സാത്താന് മനസ്സിലാകുകയില്ല. I don't know whether you know that. നിങ്ങൾക്ക് അതറിയാമോ എന്ന് എനിക്കറിയില്ല. That's why when Jesus wanted to cast out a demon, അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ he didn't just think in his heart, in his mind, he didn't just think in his mind, okay, get out. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ വിട്ടു പോകുക എന്ന് മനസ്സിൽ പറഞ്ഞില്ല. He spoke a word. അവനൊരു വാക്ക് സംസാരിച്ചു. Otherwise, if the demon could know what was in Jesus' mind, he need not have spoken the word. യേശുക്രിസ്തുവിന്റെ ആ മനസ്സിലുള്ളവൻ അറിയില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, സാത്താനെ അവനിൽ നിന്ന് പുറത്തു പോകൂ. I've never been able to cast out a demon with my thoughts. എന്റെ ചിന്ത കൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ഒരു ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. Always with words. എന്നാൽ വാക്കുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. So words are very important when we come to testify to Satan. സാത്താനെതിരായിട്ട് സാക്ഷ്യം പറയുമ്പോൾ എന്റെ സാക്ഷ്യവചനത്തിന് വലിയ ശക്തിയുണ്ട്. Satan is not everywhere like God. ദൈവത്തെ പോലെ സാത്താൻ എല്ലാ സ്ഥലത്തും സന്നിഹിതനല്ല. But there are enough millions of billions of demons in the world. എന്നാൽ ശതകോടിക്കണക്കിന് കുട്ടിപ്പിശാചുക്കൾ പല സ്ഥലത്തും ഉണ്ട്. And when we think of Satan as combined all of them. ഇവരെ എല്ലാം ചേർത്താണ് നമ്മൾ സാത്താൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. In the beginning of this year, ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ I shared a few verses with our church in Bangalore. ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ ചില വചനങ്ങൾ ഞാൻ പങ്കുവെച്ചു. I want to share them with you as something we must believe and confess. നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ട ആ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First is, ഒന്നാമതായിട്ട്, God the Father loves me as he loved Jesus. യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ സ്വർഗീയ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. So അതുകൊണ്ട് I will always rejoice. എല്ലായ്പ്പോഴും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. That's a good confession to make. അത് ഏറ്റുപറയാനായിട്ട് നല്ലൊരു ഏറ്റുപറച്ചിലാണ്. That's from John 17:23. യോഹന്നാൻ 17:23 So there are 8 confessions that I asked them to make. ഏകദേശം 8 ഏറ്റുപറച്ചിലുകൾ പറയാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. And these are confessions we make to the devil and to establish our own faith. നമ്മുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കുവാനായിട്ട് നമ്മൾ സാത്താനെതിരെ പറയേണ്ട ഏറ്റുപറച്ചിലുകളാണ്. Confession to God. അതുപോലെ തന്നെ ദൈവത്തോടുള്ള അപേക്ഷയായിട്ട് ഏറ്റുപറച്ചിലായിട്ട് It's not
some type of mantra we repeat with our lips. നമ്മുടെ നാക്കുകൊണ്ട് ഉരുവിടുന്ന ചില മന്ത്രങ്ങൾ പോലെയല്ല. See, the Buddhists and other religion people sometimes have chanting. ബുദ്ധമതക്കാരും മറ്റു സഭാവകാർക്ക് ഈ മന്ത്രങ്ങളുടെ ഉച്ചാരണങ്ങൾ ഉരുവിടുന്ന ഒരു പ്രവൃത്തിയുണ്ട്. If it doesn't come from the heart, it's no use. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. Jesus said, out of the abundance of the heart the mouth speaks. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ സംസാരിക്കും. So you believe in your heart first and then you confess with your mouth. നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് ഏറ്റുപറയും. If you don't believe in your heart and you confess with the mouth, it's like some type of mantra, you think it'll work, it won't work. ഹൃദയത്തിൽ വിശ്വസിക്കാതെ നീ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു മന്ത്രോച്ചാരണം പോലെയാണ്. ചിലപ്പോൾ അത് സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. So the first thing, which is a very good thing for all of us to confess. പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എല്ലാവരും അത് ഏറ്റുപറയേണ്ടത് ആവശ്യമുണ്ട്. If you believe it, നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നെങ്കിൽ, John 17:23 says that. യോഹന്നാന്റെ സുവിശേഷം 17:23 പറയുന്നത്. But I want to say that, these, to whom did Jesus say those words? ഈ വാക്കുകൾ യേശുക്രിസ്തു ആരോടാണ് പറഞ്ഞതെന്ന് അറിയാമോ? He said it to people who had given everything to him. തങ്ങളുടെ ജീവിതങ്ങളെയും മുഴുവനായിട്ടും ദൈവത്തിനായിട്ട് സമർപ്പിച്ചവരോടാണ് അവൻ പറഞ്ഞത്. If you പറഞ്ഞത്. have made Jesus Lord of your life, യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിന്റെ കർത്താവായിട്ട് നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, then you can say നിനക്ക് പറയാൻ സാധിക്കും, that is for me, that verse. ആ വചനം എനിക്ക് വേണ്ടിയുള്ളതാണ്. The Father loves me as he loved Jesus. സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു. It made a lot of difference in my life. അതെന്റെ ജീവിതത്തിൽ വളരെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. That as he cared for Jesus, he would care for me. യേശുക്രിസ്തുവിനെ കരുതുന്ന പോലെ അവൻ എന്നെയും കരുതുന്നു. And as he strengthened Jesus, he would strengthen me. യേശുക്രിസ്തുവിനെ ബലപ്പെടുത്തിയതുപോലെ അവൻ എന്നെയും ബലപ്പെടുത്തുന്നു. So many things come out of that simple truth that God loves us as he loved Jesus. യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ അവൻ എന്നെ സ്നേഹിക്കുന്നുള്ള ചെറിയ സത്യത്തിൽ നിന്നും വളരെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. I can speak for myself. It brought great security in my life. യേശു സ്വർഗീയ പിതാവിലുള്ള സുരക്ഷിതത്വം എന്നിൽ അധികമായിട്ട് വർദ്ധിപ്പിച്ചതായിട്ട് എനിക്ക് എന്നെ സാക്ഷിപ്പാൻ സാധിക്കും. I was no longer interested in showing somebody that I was better than him. ഒരു ക്രിസ്ത്യാനിയെക്കാൾ ഞാൻ മെച്ചമായുള്ളവനാണെന്ന് കാണിപ്പാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. After I understood this. ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം. Before that, yes. അതിനു മുമ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. But once I understood the Father loves me, that means he has given me certain gifts and I must be content with them. അവൻ എന്നെ സ്നേഹിക്കുന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായപ്പോൾ അവൻ എനിക്ക് തന്നിരിക്കുന്ന ദാനത്തിൽ എനിക്ക് സംതൃപ്തി അടഞ്ഞിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. I'd be delighted if somebody else has got, say, a gift of healing, which I don't have. എനിക്കില്ലാത്ത രോഗശാന്തി ശുശ്രൂഷ ഒരാൾക്കുണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. I say, praise the Lord. ഞാൻ പറയും, ദൈവത്തിന് സ്തോത്രം. God hasn't given it to me. If he's given it to you, wonderful. ദൈവം എനിക്ക് നൽകിയിട്ടുള്ള നിനക്ക് തന്നിട്ടുണ്ടോ? കൊള്ളാം, നല്ലത്. God loves me so much that he's decided what I should have. എനിക്ക് എന്ത് വേണമെന്നുള്ളത് അവനറിയാം, കാരണം അവൻ എന്നെ അധികമായിട്ട് The സ്നേഹിക്കുന്നു. same thing with material things. അതുപോലെ തന്നെ ഭൗതിക വസ്തുക്കളെ കുറിച്ച് I can honestly say that I've never had any envy that somebody else has got more of this earth's goods than I have. ഈ ഭൗമിക വസ്തുക്കൾ എന്നേക്കാൾ ധാരാളം വേറൊരാൾക്കുണ്ടെന്ന് കാണുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് അസൂയ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് സാക്ഷിപ്പാൻ സാധിക്കും. I have only one brother and sister. എനിക്ക് ഒരു സഹോദരനും സഹോദരിയും. They are both wealthy millionaires. അവര് വളരെ ധനാഢ്യരായിട്ടുള്ള കോടീശ്വരന്മാരാണ്. I have never taken 1 cent from them. അവരിൽ നിന്ന് ഒരു സെന്റ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. I have never envied them at all. ഒരിക്കൽ പോലും അവരോട് എനിക്ക് അസൂയ തോന്നിയിട്ടുമില്ല. I'm not interested. എനിക്കതിന് വലിയ താല്പര്യമില്ല. Your life will be so secure if you know God loves you as he loved Jesus. യേശുക്രിസ്തുവിനെ പോലെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ സുരക്ഷിതത്വമുള്ളവരായിരിക്കും. I believe that is one of the greatest needs among Christians. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇന്ന് ഏറ്റവും ആവശ്യമായ കാര്യം അതാണ്. So that's the first thing. അതാണ് ആദ്യത്തെ. God the Father loves me as he loved Jesus. സ്വർഗ്ഗസ്ഥനായ പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു. I will always rejoice. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ആനന്ദിക്കും. The Bible says we must rejoice in the Lord, not in our circumstances. നമ്മുടെ സാഹചര്യങ്ങളിലല്ല ആനന്ദിപ്പാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിക്കും. Our circumstances are not always very pleasant. നമ്മുടെ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും. They were not pleasant for Jesus either. അത് യേശുക്രിസ്തുവിനും അത്രകാരം സുഖകരമായിരുന്നില്ല. But we rejoice that God loves us. That's why we rejoice. പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുള്ള വസ്തുതയിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും. Okay, that's number 1. അതാണ് ആദ്യത്തെ കാര്യം. It's like a foundation for everything. എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ട് നമുക്ക് അതിനെ എടുക്കാം. The second thing you must be absolutely sure of. രണ്ടാമത്തെ കാര്യം നമ്മൾ തികച്ചും ബോധ്യസ്ഥരാകേണ്ട ഒരു കാര്യം ഇതാണ്. God has forgiven me all my sins. സ്വർഗീയ പിതാവ് എന്റെ സകല പാപങ്ങളും ക്ഷമിച്ചു തന്നിരിക്കുന്നു. So I will never live with guilt. ഞാൻ അപ്പോൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവനല്ല. God has forgiven me all my sins. എന്റെ സർവ്വ പാപങ്ങളും പിതാവ് ക്ഷമിച്ചിരിക്കുന്നു. So I will never live with guilt. ഞാൻ ഒരു കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവനല്ല. Somebody asked me, is there a sin that God will not forgive?
ക്ഷമിക്കാത്ത ഏതെങ്കിലും പാപമുണ്ടോ? I say yes. ഞാൻ പറഞ്ഞുണ്ട്, The sin which you don't confess. നീ ഏറ്റുപറയാത്ത പാപം, That's all. അത് മാത്രം. That's the only sin God won't forgive. ദൈവം ക്ഷമിക്കാത്ത ഒരേ ഒരു പാപം നീ ഏറ്റുപറയാത്തത് Some people മാത്രം. come to me and say, brother, I'm not sure whether I've committed a sin against the Holy Spirit. എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഞാൻ പാപം ചെയ്തു എന്നുള്ള Because കാര്യത്തിൽ. it says, Jesus said that will never be forgiven. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ക്ഷമിക്കുകയില്ല. I ask him, do you have a desire to turn from your sin to God? ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ പാപത്തിൽ നിന്ന് മനം തിരിയുവാനായിട്ട് ആഗ്രഹമുണ്ടോ? Then you could not have sinned against the Holy Spirit. അങ്ങനെയാകുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് നിനക്ക് പാപം ചെയ്യാൻ The കഴിയുന്നില്ല. Holy Spirit only works in you to repent and turn towards God. കാരണം പരിശുദ്ധാത്മാവ് മാത്രമാണ് നിന്നെ ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് സഹായിക്കുന്നത്. So how could you have sinned against the Holy Spirit if you have still got a desire to repent and turn back to God? ഇപ്പോഴും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ടുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ നിനക്ക് എപ്രകാരം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാൻ സാധിക്കും? Many people have asked me, what is this sin against the Holy Spirit? എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായിട്ടുള്ള പാപമെന്ന്. I say, I don't need to know what it is. അതെന്താണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല. I only need to know whether I've committed it or not. എനിക്ക് ഒറ്റ ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. I don't need a definition of what it is. അതിന്റെ ആ വ്യാഖ്യാനം എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യം. It's enough to know, have I committed it? ഞാനത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രം And എനിക്ക് you can അറിയാം. be absolutely certain you have not committed it if you have even the slightest desire to turn to God and ask him to forgive your sin. ദൈവത്തോട് തിരിഞ്ഞ് അല്പമെങ്കിലും അവനോട് തിരിഞ്ഞിട്ട് പാപക്ഷമ ചോദിപ്പാനുള്ള താല്പര്യം അല്പമെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ That can never come without the operation of the Holy അത് Spirit. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഇല്ലാതെ അതൊരിക്കലും And let ഉണ്ടാകില്ല. me say this for your encouragement. നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ട് ഞാൻ പറയട്ടെ, As long as you find yourself still convicted of sin, you can be pretty sure the Holy Spirit is still working with you. ഇപ്പോഴും ഏതെങ്കിലും പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാക്കിക്കൊള്ളുക, പരിശുദ്ധാത്മാവ് നിന്നിൽ ക്രിയ But don't ചെയ്തുകൊണ്ടിരിക്കുന്നു. keep resisting it. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് എതിർ നിൽക്കരുത്, അതുകൊണ്ട് മറുതലിക്കരുത്. You know, I sometimes feel that people who are rebelling and resisting the voice of the Holy Spirit again and again and again and again, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനോട് നിരന്തരം മറുതലിച്ച് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ ഇങ്ങനെ they കാണുന്നു. are in great danger. അവർ വലിയ അപകടത്തിലാണ്. Because the Holy Spirit is trying to save them, but they won't be saved. അവരെ രക്ഷിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് ശ്രമിക്കുമ്പോൾ അവരെ അതിന് ചെവി കൊടുക്കുന്നില്ല. It's like a man who's on a house on fire, inside a house on fire. ഒരു വ്യക്തിയുടെ ഭവനത്തിന് വീടിനുള്ളിൽ തീ കത്തിയത് അഗ്നിബാധ ഉണ്ടായതായിട്ട് ചിന്തിക്കുക. Somebody shouting from outside, come on, get out, get out, get out. പുറത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, പുറത്തേക്ക് വരിക, ഓടി രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. He doesn't take it seriously. അവനത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. After some time, the house will burn down and he'll die. സമയത്തിന് ശേഷം അഗ്നിക്കിരയായ ആ വീട് ഉരുണ്ടു വീണ് അവൻ അതിൽ So it's something like that. The Holy Spirit says, come on, turn, turn, turn. പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു, വനം തിരിയുക, വിട്ടുപോരുക എന്നൊക്കെ പറയുമ്പോൾ There's a red, it's just like something, there's a red line in front of a believer. നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവപ്പ് രേഖ വരച്ചിട്ടിരിക്കുന്ന And every time you resist the Holy Spirit, എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുമ്പോൾ you're going closer. നീ ആ അപകട രേഖയിലേക്ക്, നേർവരയിലേക്ക് Resisting, നടന്നു. resisting, resisting, resisting. അത് മറുതലിച്ച് അപകട രേഖയിലേക്ക് നടന്നു. One day you may cross it. നീ ചിലപ്പോൾ ആ അപകട രേഖ താണ്ടി മുമ്പോട്ട് പോയേക്കാം. And then അപ്പോൾ you'll find there's no desire for repentance. അവിടെ ഒരു മാനസാന്തരത്തിനായിട്ട് ഒരു ഇടമില്ല, മാനസാന്തരത്തിന് ആഗ്രഹമില്ലാതായിട്ട് കാണാം. I think I've met only one or two people like that in my whole life. എൻ്റെ മുഴു ജീവിതത്തിൽ അങ്ങനെയുള്ള 1-2 പേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. It was amazing. I could see in their life that they were so-called Christians, believers. അവർ വിശ്വാസികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവരാണ്. They never seemed to be convicted of sin. പാപത്തെക്കുറിച്ച് അവർക്ക് ഒരിക്കലും ബോധം വരുവാനായിട്ട് താല്പര്യമില്ല. That's terrible. അത് വലിയ ഭയാനകമാണ്. They must have resisted the Holy Spirit for years. മറുതലിച്ച് പരിശുദ്ധാത്മാവിനോട് മറുതലിച്ച് വർഷങ്ങളായിട്ട് മറുതലിച്ച് ജീവിക്കുന്നവരാണ്. And now they can do some terrible thing. They don't have any conscience. അവരുടെ മനസാക്ഷിയിൽ അല്പം പോലും ആ പ്രയാസമില്ലാതെ ഏറ്റവും ഭീകരമായ പാപം ചെയ്യുവാനും അവർക്ക് ഒട്ടും മടിയില്ല. You know, it's like getting leprosy. You don't feel anything now. അത് കുഷ്ഠരോഗം ബാധിക്കുന്നത് പോലെയാണ്. കുറെ കാലം ശേഷം നിനക്ക് സ്പർശത നഷ്ടപ്പെട്ടു. Confess your sin. നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. If you confess our sins, 1 John 1:9, 1 യോഹന്നാൻ 1:9 പറയുന്നത് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ He'll forgive you and cleanse you. അവൻ നിന്നോട് ക്ഷമിച്ച് നിങ്ങളുടെ പാപങ്ങളെ ശുദ്ധമാക്കുവാൻ 1 John 1:9. 1 യോഹന്നാൻ 1:9. And one more verse. ഒരു വാക്യം കൂടെ. Hebrews 8:12. എബ്രായ ലേഖനം 8:12. Hebrews 8:12 says, എബ്രായർ 8:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, I will not remember your sins anymore. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഒരു നാളും ഓർക്കയില്ല എന്നാണ് എബ്രായർ 8:12. 2 good verses to remember. ഓർക്കാനായിട്ട് 2 നല്ല വാക്യം. 1 John 1:9. 1 യോഹന്നാൻ 1:9. Hebrews 8:12. എബ്രായർ 8:12. So we are actually confessing God's word.
നമ്മൾ ദൈവത്തിന്റെ വചനമാണ് ഏറ്റു പറയുന്നത്. You know, that's how Jesus drove the devil away. He just confessed God's word. ദൈവത്തിന്റെ വചനം ഏറ്റു പറഞ്ഞതുകൊണ്ടാണ് യേശു ക്രിസ്തുവും സാത്താനെ അവന്റെ അടുക്കൽ നിന്ന് ഓടിച്ചത്. Okay, then number 3. മൂന്നാമത്തെ വാക്യം. The third thing we must confess is God will fill me with His Holy Spirit. മൂന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റു പറയേണ്ടത് ദൈവം അവന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കും. So I will be strong enough for every task. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ഏത് വേലയ്ക്കും എന്റെ എന്ത് വേലയ്ക്കും ഞാൻ പ്രാപ്തനാണ്. God will fill me with the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുമ്പോൾ So I will be strong enough for every task. എന്ത് പ്രവൃത്തി ചെയ്യുവാനും ദൈവത്തിന്റെ എന്ത് പ്രവൃത്തി ചെയ്യാനും ഞാൻ ശക്തനായി തീരും. That's based on Luke chapter 11 verse 13. അത് ലൂക്കോസിന്റെ സുവിശേഷം 11:13 വാക്യമാണ്. If you being evil know how to give good gifts to your children, how much more will your heavenly Father give the Holy Spirit to those who ask Him? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. See, most things that we want from God, നമ്മളെ കർത്താവ് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം you need only 3 steps. 3 പടികൾ മാത്രമാണ്. First, honesty. ഒന്ന് സത്യസന്ധത. Acknowledge that you don't have it. രണ്ടാമത് നിനക്കില്ല എന്ന് സമ്മതിക്കുക. Lord, I don't have spiritual power. എനിക്ക് ആത്മാവിന്റെ ശക്തി ഇല്ല എന്ന് If you സമ്മതിക്കുക. don't start there, you won't get anything. അവിടെ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകില്ല. Second, രണ്ടാമതായിട്ട് you must have a thirst. ദാഹമുണ്ടാകും. Lord, I want this at any cost. കർത്താവേ എന്ത് വില കൊടുത്താലും എനിക്കിത് വേണം. That, you know, when you're in private, when you pray, you can pray like to God like that. നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. And then third, മൂന്നാമതായിട്ട് faith. വിശ്വാസം. Lord, I believe you'll do it for me. നീ എനിക്കായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. In my case, I had honesty and thirst for many years, but I didn't seem to have faith. എന്നാൽ എന്റെ കാര്യത്തിൽ സത്യസന്ധതയും ആ ദാഹവും ഉണ്ടായിരുന്നാൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. It's almost like saying, Lord, I really want you to fill me with the Holy Spirit. ഇപ്രകാരം പറയുന്നതുകൊണ്ട് കർത്താവേ ഞാൻ യഥാർത്ഥത്തിൽ നീ എന്നെ പരിശുദ്ധാത്മാവിൽ നിറപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. But I don't think you'll do it. എന്നാൽ നിനക്കത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. You won't do it. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. Then you can be sure you won't do it. ആവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യില്ല. Because according to your faith be it unto you. കാരണം നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കുന്നു. And your faith is that God will not do it. നിങ്ങളുടെ വിശ്വാസം ഇതാണ് ദൈവം അത് ചെയ്യുകയില്ല. Or because you heard some Pentecostal teaching. അല്ലെങ്കിൽ നിങ്ങൾ ചില ഒരു പെന്തക്കോസ്ത് വിശ്വാസം Say, Lord, fill me with the Holy Spirit. കർത്താവേ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. And I don't think you'll do it for me in 10 years' time. എന്നാൽ ഞാൻ ഒരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Then it'll take 10 years. അപ്പോൾ അതിന് 10 വർഷത്തോളം എടുക്കും. Why should you wait 10 years? എന്തിനു വേണ്ടി 10 Say, Lord, fill വർഷം? me with the Holy Spirit now. കർത്താവേ ഇപ്പോൾ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. How much more shall your heavenly Father give the Holy Spirit to those who ask Him? തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് ദൈവം So, നൽകും. here's the third confession. ഇതാണ് ഇവിടുത്തെ God മൂന്നാമത്തെ. will fill me with His Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കും. I will be strong enough for every task. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിക്കും എന്ത് See, പ്രവൃത്തിക്കും ഞാൻ ശക്തനായിരിക്കും. He may not call you to preach like me. എന്നെ പ്രസംഗിപ്പാനായിട്ട് അവൻ നിന്നെ വിളിക്കുന്നില്ല. So you won't be able to do that. അത് ചിലപ്പോൾ നിനക്ക് അങ്ങനെ ചെയ്യാനും കഴിയത്തില്ല. See, my ear can't do many things my right hand can do. എന്റെ വലത് കൈ ചെയ്യുന്ന പല കാര്യങ്ങളും എന്റെ ചെവിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. But then the right hand can't do certain things the ear can do. എന്നാൽ ചെവിക്ക് ചെയ്യുവാൻ കഴിയുന്ന പല കാര്യങ്ങളും എന്റെ വലത് കൈക്കും ചെയ്യാൻ So സാധിക്കും. you and I have different gifts of the Spirit. ദൈവത്തിന്റെ സഭയിലായിരിക്കുന്ന എനിക്കും നിനക്കും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പലതാണ്. ഓർക്കുക, There's a work for Jesus that nobody but you can do. വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ദൈവത്തിന്റെ സഭയിലുണ്ട്, ദൈവത്തിനായിട്ടുണ്ട്. That's a wonderful truth that encouraged me many years ago. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വളരെ ഉത്സാഹിപ്പിച്ച ഒരു സത്യമാണത്. There's a work for Jesus, but no one but you can. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ നിനക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്നത്, നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുണ്ട്. He doesn't want you to be like somebody else. മറ്റുള്ളവരെ പോലെ ഒരുത്തനായി തീരാൻ ദൈവം He does ആഗ്രഹിക്കുന്നില്ല. not want a single person in the church to preach like me. എന്നെ പോലെ പ്രസംഗിക്കുവാനായിട്ട് ഈ സഭയിൽ ആരെയും ദൈവം Or any ആഗ്രഹിക്കുന്നില്ല. church. വേറെ ഏതെങ്കിലും സഭയിൽ I am one part of the body, I have to do my part. ഞാൻ സഭയിൽ ഒരു ഭാഗമായിരിക്കുന്നു, ഞാൻ അത് ചെയ്യേണ്ട You have to do your part, whatever it is. It may be something different. വേറെ വിഭിന്നമായ വേറൊരു കാര്യമായിരിക്കും നിന്നെ വിളിച്ചിരിക്കുന്നത്, അതാണ് നീ ചെയ്യേണ്ടത്. Say, Lord, I want you to help me to fulfill that. കർത്താവേ ആ And ടാസ്ക് fill me with the Holy Spirit. എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. So in my search, I came to a definition of faith. വിശ്വാസത്തിന്റെ ആ ഒരു വ്യാഖ്യാനം അത് എൻ്റെ ആ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തുകയുണ്ടായി. And I think it may help you. നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാനത് പറയട്ടെ. This is what I found faith to be. ഇതാണ് വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് എനിക്ക് അർത്ഥമായത്.
Faith is to believe വിശ്വാസം എന്നത് that God is more eager to bless me than I am to be blessed. ദൈവം ഞാൻ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് എത്രത്തോളം വാഞ്ചയുണ്ട്, അതിനേക്കാളും ഉത്കടമായ വാഞ്ചയിൽ അവൻ എന്നെ അനുഗ്രഹിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. Do you believe that? നിങ്ങൾക്കത് മനസ്സിലായോ? It's difficult, no? അത് വിശ്വസിക്കാൻ അത് മനസ്സിലാക്കാൻ You say, what a longing I have for God to fill me with the Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് എനിക്ക് എന്ത് ആഗ്രഹമാണ് ഉള്ളത്. Will you believe today that God is more longing than you are to fill you with the Spirit? നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആഗ്രഹം നിന്നെ ആ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ പിതാവിനുണ്ടെന്നുള്ള ഒരു കാര്യം നീ വിശ്വസിക്കുന്നു. That day you will have faith. എങ്കിൽ നിനക്കത് സാധ്യമാണ്. I remember. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ ഓർക്കുന്നു. A time like that came in my life. എന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു സാഹചര്യം വന്നു. When I believed that God was more eager to fill me than I was to be filled. ഞാൻ പരിശുദ്ധാത്മപൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് എന്റെ സ്വർഗ്ഗീയ പിതാവിനെ നിറപ്പാൻ ആഗ്രഹിക്കുന്നു. And in 1 second I was filled with the Holy Spirit. ആ നിമിഷം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയുണ്ടായി. It was like a door that was blocked. Unbelief. അവിശ്വാസത്തിനാൽ തടയപ്പെട്ടിരിക്കുന്ന ഒരു ആ വാതിൽ തുറക്കുന്നത്. What is this unbelief? എന്തായിരുന്നു? I am so eager to be filled. എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള വലിയ ആഗ്രഹമുണ്ട്. God doesn't seem to be so eager. എന്നാൽ ദൈവത്തിന് അത്രയും താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. That's unbelief. അതാണ് അവിശ്വാസം. But the day it comes in your life, എന്നാൽ ആ ഒരു നാൾ നിന്റെ ജീവിതത്തിൽ വരും. when you say God is more eager to fill me with the Holy Spirit than I am to be filled with the Holy Spirit. ഞാൻ ആഗ്രഹിക്കുന്നതിൽ അധികമായിട്ട് എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റുപറയുമ്പോൾ. And this is not once for all. We need to be filled with the Holy Spirit again and again. ഇത് ഒരിക്കൽ നടക്കേണ്ട കാര്യമല്ല. ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളായിരിക്കേണ്ടവരാണ്. I prayed today that God will fill me with the Holy Spirit. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, പിതാവേ എന്നെ സ്വർഗ്ഗീയ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. Give me the strength to do what I should do. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിക്കായിട്ട് നീ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. Even physical strength. എന്റെ ശാരീരിക ആരോഗ്യത്തിനായിട്ട്. Think of some of you mothers who got children and cooking and work and so many things to do. മാതാക്കളായിരിക്കുന്ന നിങ്ങൾക്ക് കുക്ക് ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ ജോലികൾ, മറ്റു ജോലികൾ ചെയ്യണം. The Holy Spirit can even give you physical strength, energy. പരിശുദ്ധാത്മാവിനെ നിനക്ക് ആരോഗ്യം തരുവാനും നിനക്ക് ഊർജ്ജം നൽകുവാനും സാധിക്കും. But you must believe that God is more eager to give that to you than you are to receive it. എന്നാൽ നീ അത് ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് പിതാവിന് നൽകുവാനായിട്ട് ആഗ്രഹമുണ്ട്, There are താല്പര്യം. many things we miss in the Christian life because we just don't believe. നമ്മൾ വിശ്വസിക്കാത്തതിനാൽ ക്രിസ്തീയ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടമായി തീരുന്നു. I want to say this also. ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. Don't try to believe for something which God has not promised in His Word. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്യാത്ത കാര്യങ്ങൾ പലതും വിശ്വാസത്തിൽ നേടാമെന്ന് വിചാരിക്കരുത്. If I want a full head of hair, for example, ഉദാഹരണമായിട്ട് എനിക്ക് എന്റെ തല നിറച്ച് മുടി വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചാൽ, I tell you, you guys who got hair don't realize what a blessing it is. നിങ്ങൾക്ക് തല നിറച്ച് മുടിയുള്ളവർക്കുള്ള അനുഗ്രഹം എത്രത്തോളം നിങ്ങൾക്ക് അറിയില്ല. It's difficult for me when I go out in the sun. ഇത് വെയിലത്തിറങ്ങുമ്പോഴാണ് ഞാൻ ഇതിന്റെ ആ പ്രയാസം മനസ്സിലാക്കുന്നത്. Isn't it a good thing to have a full head of hair? തലയിൽ നിറച്ച് മുടിയുള്ളത് നല്ലതാണോ? Very good thing. ഏറ്റവും നല്ലതാണ്. But there's no promise in the Bible that will give it to me. എന്നാൽ തിരുവചനത്തിൽ എനിക്കത് നൽകുമെന്നുള്ളതിനൊരു വാഗ്ദത്തമില്ല. Yeah, there is a promise, I'll get it. എനിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ എനിക്കത് നേടാം. There is. എന്നാൽ വേറെ വാഗ്ദത്തങ്ങൾ പലതും ഉണ്ട്. No, this promise is there. ഈ ആ ഒരു വചനം, ആ ഒരു വാഗ്ദത്തം അവിടെ ഉണ്ട്. That I'll get a full head of hair. I'll show it to you. അത് എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. And I tell you, I've claimed it. ഞാനത് പലപ്പോഴും വിശ്വാസത്തിൽ പ്രാപ്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. I believe it. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. Here it is. ഇവിടെയാണത്. Philippians 3. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. How I'm going to get a full head of hair. എങ്ങനെയാണ് എനിക്ക് തല നിറച്ച് മുടി ലഭിക്കാൻ പോകുന്നത് വായിച്ച് കേൾപ്പിക്കാം. Verse 21. ഫിലിപ്പി ലേഖനം 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. It'll happen. അത് സംഭവിക്കും. You will see me not only with a full head of hair, you will see me with black hair. തല നിറച്ച മുടിയായിട്ടല്ല, കറുത്ത മുടിയായിട്ട് നിങ്ങളെ തന്നെ കാണും. You will see me one day as a 33-year-old man. എന്നെ 33 വയസ്സുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ അന്ന് കാണും. I believe it with all my heart. ഞാൻ ഹൃദയപൂർവ്വം അത് വിശ്വസിക്കുന്നു. But I can't claim it now. എന്നാൽ ഇന്ന് എനിക്കത് പ്രാപിക്കാൻ സാധ്യമല്ല. So don't claim things which are not promised in Scripture. ദൈവവചനത്തിലെ ആ വാഗ്ദത്തം നൽകപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. It may be good to have
2 houses and 5 cars and all that, but it's not promised in Scripture. എന്നാൽ നിങ്ങൾ 2 വീടോ 5 കാറോ ഒക്കെ കൊണ്ടത് നല്ലതാ, പക്ഷെ അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളൊന്നും ദൈവത്തിന്റെ വചനത്തിലില്ല. Claim things like sin shall not have dominion over you. പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രാപിക്കാനായി. Be anxious for nothing. നാളെ ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കുക. Rejoice in the Lord always. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുക. Thanks be to God who always leads us in triumph. ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം. Those things we must claim. ഈ കാര്യങ്ങൾ നമ്മൾ അവകാശമാക്കണം. Lord, help me to treat others as I want other people to treat me. മറ്റുള്ളവർ എന്നോട് എങ്ങനെ ഇടപെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരോട് ഇടപെടാൻ എന്നെ സഹായിക്കണം. Those things God will help us. Help me to walk as Jesus walked. യേശുക്രിസ്തു നടന്നതുപോലെ നടക്കാൻ നീ എന്നെ സഹായിക്കണം. ഈ കാര്യങ്ങൾ ദൈവം നമ്മളെ സഹായിക്കും. Those are the things we should be asking. ഈ കാര്യങ്ങളാണ് നമ്മൾ യാചിച്ച് പ്രാപിക്കേണ്ടത്. And I want to tell you, there is no promise in Scripture that you will be healed from all your sicknesses before Christ comes. രോഗങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കും എന്ന് ഒരു വചനവും കർത്താവിനെ മടങ്ങിയവരവന് മുമ്പായിട്ട് ഭാവിക്കുന്ന ഒരു വചനവും. He heals. I know He heals. അവൻ സൗഖ്യദായകനാണ്, അവൻ സൗഖ്യം വരുത്തുന്നവനുമാണ്. I've experienced in my life. I've experienced it in praying for others. എന്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഞാനത്. I've also seen that a lot of people are not healed even after I pray for them. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള പലരും സൗഖ്യമാകാതിരുന്നിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. And I've seen certain things in my life I am not fully healed. ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. For example, I'm wearing glasses. ഉദാഹരണമായിട്ട് ഞാൻ ഗ്ലാസ് ഉപയോഗിക്കുന്നു. I won't be wearing glasses in heaven. I won't be wearing glasses in heaven. You have a doubt about that? ഞാൻ സ്വർഗത്തിൽ ഒരിക്കലും ഈ കണ്ണാടി ഉപയോഗിക്കത്തില്ല. No, my vision will be perfect. എന്റെ കാഴ്ച പൂർണ്ണമായിട്ടും ഉള്ളതായിരിക്കും. This is because of a defect, a sickness in our eye that we need glasses. അത് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ കണ്ണിനുള്ള ഒരു രോഗമുണ്ടാണ്. All of us. നമ്മളെല്ലാവരും കണ്ണാടി ഉപയോഗിക്കുന്നവരെല്ലാവരും. We won't need it when Christ comes. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുന്നതിന് ആവശ്യമില്ല. So ask for the things that is promised in the word. ദൈവത്തിന്റെ വചനത്തിലെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുക. Okay, God will fill me with His Holy Spirit, so I'll be strong enough for every task. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ നിറയ്ക്കുമ്പോൾ എല്ലാ പ്രവൃത്തിക്കും ഞാൻ പ്രാപ്തനായിരിക്കും. നാലാമതായിട്ട്, God has determined all my boundaries, so I will always be content. കർത്താവ് എന്റെ ജീവിതത്തിലുള്ള അതിരുകളെ നിർണയിച്ചിരിക്കുന്നതിനാൽ ഞാൻ എനിക്കുള്ളത് കൊണ്ട് സംതൃപ്തനാണ്. You know boundary? നിങ്ങൾക്കറിയാമോ അതിരുകൾ എന്നുള്ളത്? Your house has got a compound wall or some type of boundary. നിങ്ങളുടെ ഭവനത്തിന് ഒരു മതിൽക്കെട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു അതിർ വേലികൾ ഉണ്ടാകും. Next to that is somebody else's property. It's not yours. അതിന് തൊട്ടടുത്തുള്ള ആ സ്ഥലം വേറൊരാളുടെയാണ്, നിങ്ങളുടെ അല്ല. Now I don't think any of you would move your boundary wall even if the other chap is not looking. മറ്റുള്ളവൻ കാണാത്തപ്പോൾ നിങ്ങളുടെ അതിര് മാറ്റുന്നവർ നിങ്ങൾ ആരും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അത് ചെയ്യുകയില്ല. You're satisfied. Now some guy may have a huge palace, but I've got only some small plot. അവിടെ വേറൊരു വലിയൊരു കൊട്ടാരമുണ്ട്, എന്നാൽ എനിക്കൊരു ചെറിയൊരു ആ പ്ലോട്ട് മാത്രമേ ഉള്ളൂ. God gives you just some 2-3 cents of property. ചിലപ്പോൾ 2-3 സെന്റ് വസ്തു മാത്രമേ ദൈവം നിനക്ക് തന്നിട്ടുള്ളൂ. നീ അതിൽ തൃപ്തനായിരിക്കുക. 1 cent, okay, 1 cent. 1 സെന്റ് ആണെങ്കിൽ അതിൽ തൃപ്തനായിരിക്കുക. Somebody else has got an acre. ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കും. God bless him. അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. But God is the one who has determined my boundary. ദൈവമാണ് എന്റെ അതിര് നിശ്ചയിക്കുന്നത്. And I will always be content within it. ആ അതിരിനുള്ളിൽ ഞാൻ നിൽക്കുകയും ഞാൻ അതിൽ സംതൃപ്തി അടയുകയും ചെയ്യണം. See Acts 17 verse 26. അപ്പോസ്തല പ്രവൃത്തികൾ 17:26. He has determined their appointed times and boundaries of their habitation. The last part of Acts 17 and verse 26. 17 പ്രവൃത്തികളുടെ പുസ്തകം 17:26 അവസ്ഥാനം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അവരുടെ തിരുനിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. He has determined not only my boundary is, but which time in history I should come and live on this earth. അവൻ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിട്ട് ഞാൻ ഇവിടെ ഈ ലോകത്തിൽ എപ്പോൾ ജനിക്കണമെന്നും കൂടി അവൻ അതാണ് നിശ്ചയിച്ചത്. I am very thankful that I was born in the 20th century. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. If I was born in the 13th century in Kerala, I don't know whether I would be born again. 13ാം നൂറ്റാണ്ടിലാണ് ഞാൻ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വീണ്ടും ജന്മം പ്രാപിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. I don't know whether you'd be born again. നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കും. I am very thankful I was born in the 20th century. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He determined that. കാരണം ആ കാലങ്ങളെ നിശ്ചയിച്ചു. And not only that, he determined the boundaries of my habitation. എനിക്കുള്ള അവകാശത്തിന്റെ അതിരുകളും അവൻ നിർണ്ണയിച്ചിരിക്കുന്നു. He determined what gifts I should have. എനിക്ക് ഉണ്ടായിരിക്കേണ്ട ആ ദാനങ്ങളും അവൻ determined how much money I should earn. ഞാൻ എന്തുമാത്രം പണം സമ്പാദിക്കണമെന്ന് അവൻ നിശ്ചയിച്ചിരിക്കുന്നു. Don't
wish for what somebody else has. മറ്റുള്ളവർക്കുള്ളത് കൊണ്ട് അതിൽ നിങ്ങളെ അസൂയപ്പെടേണ്ട ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. It is God who decides what you should have. നിനക്ക് എന്ത് വേണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. Now he may increase that circle after a while. ചിലപ്പോൾ അല്പസമയത്തിനുള്ളിൽ നിന്റെ ആ അതിരുകളെ അവൻ വിസ്താരമാക്കി. If he increases it, take it. അവൻ വിസ്താരമാക്കുന്നെങ്കിൽ അത് കൈവശമാക്കും. All this borrowing money is because we are not content with what God has given us. നമ്മൾ പണം കടം വാങ്ങുന്നത് നമുക്ക് ദൈവം തരുന്നതിൽ നമ്മൾ തൃപ്തരാകാത്തത്. I'm not talking about an emergency. അത് അത്യാവശ്യ ഘട്ടത്തിൽ വാങ്ങുന്നതിനെ കുറിച്ച്. In an emergency, some sudden need which you don't have, it's okay. അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണം ആവശ്യമായിരിക്കും. അത് ശരിയാണ്, കുഴപ്പമില്ല. Then give it back as soon as you can. കഴിയുന്നിടത്തോളം വേഗം അത് മടക്കി നൽകുക. But if you keep on wanting to buy things which you don't yet have the money for, നിനക്കില്ലാതിരിക്കുമ്പോൾ തന്നെ പല സാധനങ്ങൾ വസ്തുവകൾ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ, I tell you, this credit card is one of the curses of our society. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ശാപമാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള വസ്തു. You know the number of people who committed suicide because they're never able to pay their credit card debt back. ക്രെഡിറ്റ് കാർഡിന്റെ കടം മടക്കി കടക്കാത്തതിനാൽ, കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ആത്മഹത്യ ചെയ്ത് എത്ര പേരുണ്ടെന്ന് And അറിയാമോ? how many wonderful believers have lost their confidence in Christ because they got into credit card debt. ക്രെഡിറ്റ് കാർഡിന്റെ കടത്തിൽപ്പെട്ടത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട നല്ല വിശ്വാസികൾ. I know people like that in my home church in Bangalore. ബാംഗ്ലൂരിലെ എന്റെ സ്ഥലസഭയിലുള്ള വിശ്വാസികളെ പലരെ എനിക്ക് നേരിട്ടറിയാം. The devil has silenced their mouth because they got credit card debt. ക്രെഡിറ്റ് കാർഡിൽ അവർക്ക് കടമുണ്ടായതിനാൽ അവരുടെ നാവിനെ അടപ്പിച്ചു കളഞ്ഞു. It was not emergency. They wanted this, they wanted that, they wanted the other thing. അവർക്ക് ഇത് വേണം അത് വേണം എന്നുള്ളതിൽ അവർ കടം വാങ്ങിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. Because somebody else has got it. കാരണം വേറൊരുവനതുണ്ട് എന്നുള്ളത് കൊണ്ട്. Don't ever get into that. Be content with what you have. ഒരിക്കലും അപ്രകാരമുള്ള അതിലേക്ക് When God gives you more, then get more. നിനക്കുള്ളതിൽ അലംഭാവത്തോടുകൂടി ഇരിക്കുക. And even spiritually with gifts, God has given you certain gifts. ആത്മീയ വരങ്ങളെ കുറിച്ചുള്ള ബന്ധത്തിൽ പറയട്ടെ, ദൈവം എനിക്ക് ചില വരങ്ങൾ നൽകി. Maybe one talent. എനിക്ക് ഒരു താലന്ത്. Another fellow is given 10. വേറൊരുവൻ അവൻ 10 താലന്ത് കൊടുത്തു. Okay, God bless him. Okay, ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. Be content with one and do something with that one. ഒരെണ്ണം നൽകിയിരിക്കുന്ന താലന്ത് കൊണ്ട് നീ സംതൃപ്തനായിരിക്കുക. It's very, very important. വളരെ പ്രാധാന്യമേറിയ. God is the one who's determined my boundaries. ദൈവമാണ് എൻ്റെ അതിരുകളെ നിശ്ചയിക്കുന്നത്. Everything. എല്ലായ്പ്പോഴും. Have you girls wished, I wish I were a little more fair, more good looking? ഞാൻ അല്പം കൂടെ സൗന്ദര്യമുള്ളവളും അല്പം കൂടെ നിറമുള്ളവളും കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? So that I can write something else in the matrimonial advertisement, fair, good looking. അപ്പോൾ എനിക്ക് മാട്രിമോണിയൽ വിവാഹ പരസ്യത്തിലെ കുറച്ചുകൂടെ സൗന്ദര്യമുള്ള വെളുത്ത പെൺകുട്ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. Or I wish I were not so short. അല്ലെങ്കിൽ എനിക്ക് അല്പം കൂടെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ. God has determined everything. You'll be at rest if you believe that. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് സ്വസ്ഥതയിലായിരിക്കാൻ കഴിയും. ദൈവമാണ് കാലങ്ങളും അതിരുകളും നിശ്ചയിക്കുന്നത്. Do you brothers wish you had some other wife than the one you have? നിനക്ക് ഇപ്പോഴുള്ള ഭാര്യ അല്ലാതെ വേറൊരു ഭാര്യ ആയിരുന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും സഹോദരന്മാരെ ചിന്തിക്കുന്നുണ്ടോ? There's a commandment, don't covet somebody else's wife. മറ്റൊരുവന്റെ ഭാര്യയെ ആഗ്രഹിക്കരുതെന്നുള്ള കൽപ്പനയാണ്. Not only that, അത് മാത്രമല്ല, there's a saying in English, the grass on the other side of the fence looks greener. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ആ വേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആ പുൽപ്പുറം മേച്ചിൽപ്പുറം മെച്ചമായിരിക്കും. മലയാളത്തില് അക്കരെ പച്ചയെന്ന് നമ്മൾ പറയും. But that fellow thinks your grass is greener. എന്നാല് അവന് ചിന്തിക്കും നിന്റെ പച്ചയാണ് കുറെ കൂടെ നല്ലതെന്ന്. You haven't lived with that fellow's wife. She's probably a bigger devil than yours. ആയിരിക്കും അവന്റെ ഭാര്യയോട് നീ ജീവിച്ചിട്ടില്ല, നിനക്ക് എന്റെ ഭാര്യയെക്കാളും വലിയ പൈശാചിക സ്ത്രീ ആയിരിക്കും അവൾ. So be content with what you have. നിനക്കുള്ളതിൽ സംതൃപ്തനായിരിക്കുക. Everything. എല്ലാത്തിലും. Or your husband. നിന്റെ ഭർത്താവിലാണെങ്കിൽ. Okay, number 5. അഞ്ചാമതായിട്ടോ, God's commands are all for my good. No, before that, let me give you one more verse for the number 4. Hebrews 13:5. എബ്രായ ലേഖനം 13:5. It says, be content with what you have. എബ്രായർ 13:5 നമ്മൾ വായിക്കുന്നു, Be content with what you have, because God has said, I'll never desert you or forsake you. ആകയാൽ ഉള്ളതുകൊണ്ട് തൃപ്തനായിരിക്കുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. Okay, that's number 4. അതാണ് നാലാമത്തെ. Now number 5. അഞ്ചാമത്തെ കാര്യം, God's commands are all for my good. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എൻ്റെ ഏറ്റവും നന്മയ്ക്കാണ്. That's what we confess. അതാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. God's commands are all for my good. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. So അതുകൊണ്ട് I want to obey all of God's commands. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
It's a good confession to make. അത് ഏറ്റുപറയാനായിട്ട് നല്ലൊരു God's ഏറ്റുപറച്ചിലാണ്. commands are all for my good. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എനിക്ക് ഏറ്റവും നന്മയ്ക്കാണ്. I'm not saying so I will obey all of God's commands. അതുകൊണ്ട് ഞാൻ അതിനെ അനുസരിക്കുമെന്നല്ല പറയുന്നത്. I want to obey all ഞാൻ of അതിനെ God's. അനുസരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു പിതാവേ. That's a good prayer. അത് നല്ലൊരു I പ്രാർത്ഥന. confess. അതൊരു ഏറ്റുപറച്ചിലാണ്. Because I believe that every commandment of God is for my good. എല്ലാ കൽപ്പനകളും എനിക്ക് നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് 1 John 5 verse 3. 1 യോഹന്നാൻ 1:5 3 വാക്യം. The last part. 1 യോഹന്നാൻ 5:3 His commandments are not burdensome. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. None of God's commandments are for heaviness for us. ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നും തന്നെ നമുക്ക് ഭാരമുള്ളവയല്ല. Deuteronomy chapter 10 ആവർത്തന പുസ്തകം 10 അധ്യായം and verse 13. 13 വാക്യം. Deuteronomy chapter 10 verse 13. ആവർത്തന പുസ്തകം 10:13 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. The Lord's commandments and statutes which I am commanding you today for your good. യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. God's commandments are for our good. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. Sometimes you think God's commandments are so heavy. നീ വിചാരിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമേറിയവയാണെന്ന്. You know, little children sometimes think what their daddy and mommy are telling them is so bad. കുഞ്ഞുങ്ങൾ ചിന്തിക്കും ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത് വളരെ മോശമായ കാര്യമാണെന്ന്. They don't understand. അവർക്കത് കാര്യം മനസ്സിലായിട്ടില്ല. But we know it's for their good that we are saying. നമ്മൾ പറയുന്നത് അവരുടെ നന്മയ്ക്കായിട്ടാണെന്നുള്ള കാര്യം When നമുക്കറിയാം. you take a knife out of the hand of a 2-year-old, 2 വയസ്സുള്ളവന്റെ കയ്യിൽ നിന്ന് നമ്മൾ കത്തി പിടിച്ചു വാങ്ങിക്കുമ്പോൾ he doesn't think that's for his good. അവന്റെ നന്മയ്ക്കാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. But you know it's for his good. എന്നാൽ അവന്റെ നന്മയ്ക്കായിട്ടാണ് നീ അത് ചെയ്യുന്നത് നിനക്കറിയാം. Or when you take your 5-year-old to school or 4-year-old to school first day, ആദ്യമായിട്ട് 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നീ സ്കൂളിലേക്ക് and he കൊണ്ടുപോകുമ്പോൾ stands at the gate crying. അവനെ സ്കൂൾ വാതിൽക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ Mommy is gone. അമ്മ മടങ്ങിപ്പോയിരിക്കും. Mommy doesn't love me. He left me here in these strange people here. ഈ അപരിചിതരുടെ ഇടയിൽ എന്നെ വിട്ടിട്ട് അമ്മ ദാ വീട്ടിൽ പോയിരിക്കുന്നു. But you know that's good for him to go to school. നിനക്കറിയാം അവൻ വിദ്യാഭ്യാസത്തിനായിട്ട് അവൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. He doesn't understand it that first day. എന്നാൽ ആ ആദ്യത്തെ ദിവസം അവനത് മനസ്സിലായിട്ടില്ല. Maybe after 10 or 12 years he'll understand it. എന്നാൽ 10-12 വർഷത്തിന് ശേഷം അവൻ മനസ്സിലാക്കുമായിരിക്കാം. Remember that. ഓർക്കുക, When we are babies spiritually, we don't understand that God's commands are for our good. ആത്മീയ ശിശുക്കളായിരിക്കുമ്പോൾ ദൈവകൽപ്പനകൾ നമ്മുടെ നന്മയ്ക്കാണ് നമ്മൾ അറിയുക നമുക്ക് ബുദ്ധിമുട്ടാണ്. If you believe that all of God's commands are for your good, you would obey all of them wholeheartedly. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ നന്മയ്ക്കാണ് നിങ്ങൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. Why don't you do it? Because you don't believe they are for your good. കാരണം അത് ചെയ്യാൻ പ്രയാസമുള്ളത് ഈ വിശ്വസിക്കാത്തതുകൊണ്ട്. Our nature is such that anything which is for my good, I'll do it. നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു താല്പര്യമാണ്. Won't you do that? Supposing you realize this thing is really good for you, won't you do it? ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും നന്മയ്ക്കായിട്ടാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുമോ? So if you believe that all of God's commands are for your good, you try to study the scriptures to find those commandments. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം നന്മയ്ക്കാണെന്നെങ്കിൽ നിങ്ങൾ തിരുവചനം നോക്കി പഠിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കണം. And you will do that. അത് നിങ്ങൾ ചെയ്യും. Because you believe it's for your good. കാരണം അതിന്റെ നന്മയ്ക്കാണെന്ന് നീ വിശ്വസിക്കുന്നു. But most Christians don't believe that. എന്നാൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നു. That's why they are so reluctant to obey anything. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. Starting with water baptism. അത് ജലസ്നാനത്തെ തുടങ്ങി. I didn't obey it for 1.5 years. 1.5 വർഷക്കാലം ഞാനത് If I believed it was my good, I would have done it immediately. അത് എന്റെ നന്മയ്ക്കാണ് ഞാൻ അന്ന് വിശ്വസിച്ചെങ്കിൽ പെട്ടെന്ന് ഞാൻ ചെയ്യും. Like the early Christians. പഴയ വിശ്വാസികളെ The Philippian jailer, he got baptized in the middle of the night. ആ ഫിലിപ്പിയയിലുണ്ടായിരുന്ന ആ ജയിലിന്റെ അധിപൻ അവൻ രാത്രിയിൽ പാതിരാത്രിയിലാണ് അവൻ few minutes after he was born again. അവൻ ആ വീണ്ടും ജന്മം പ്രാപിച്ച അന്നേരം തന്നെ അവൻ ആ സ്നാനമേറ്റു. If I realize that forgiving everybody is for my good, മറ്റുള്ളവർ ക്ഷമിക്കുന്നത് എന്റെ നന്മയ്ക്കാണെന്ന് ഞാൻ I would വിശ്വസിച്ചാൽ make sure I forgive everybody. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു എന്ന് ഞാൻ വരുത്തി. Keeps me healthy. അതെന്നെ ആരോഗ്യമുള്ളവനാണ്. Like that every commandment. അതുപോലെ എല്ലാ കൽപ്പനകളും. Okay. So God's commands are all for my good. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ നന്മയ്ക്കുള്ളതാണ്. So I want to obey all of God's commands. അതുകൊണ്ട് ഞാൻ അതെല്ലാം അനുസരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. Then number 6. ആറാമതായിട്ട് is what I want to believe and therefore I confess. ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഭാഗം. Number 6. ആറാമതായിട്ട് God controls all the people and events that affect me. എന്നെ ബാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവം നിയന്ത്രിക്കുന്നു. Don't rush through that statement. ആ ഒരു പ്രസ്താവനയിലേക്ക് ഓടിപ്പോരാൻ നിൽക്കട്ടെ. All the people who affect me in any way.
ഏതെങ്കിലും തരത്തിൽ എന്നെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളും, your relatives, enemies, friends, neighbors, anybody who affects you, your boss, whatever it is, നിന്റെ ബന്ധുക്കള്, നിന്റെ സുഹൃത്തുക്കള്, നിന്റെ ശത്രുക്കള്, നിന്റെ മേലധികാരി, ആരാണെങ്കിലും, landlord, നിന്റെ ലാൻഡ്ലോർഡ്, all people who affect you in some way, God controls them. നിന്നെ ബാധിക്കുകയും നിന്റെ ജീവിതത്തിലെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് സാഹചര്യവും ബന്ധപ്പെടാനിടയുള്ള എല്ലാ വ്യക്തികളും, all the events over which you have no control, നിനക്ക് ഒട്ടും തന്നെ നിയന്ത്രണമില്ലാതിരിക്കുന്ന അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ, like some drunken driver driving down the road, you have no control over him. ഒരു മദ്യപിച്ച് വണ്ടി ഓടിച്ച് നിനക്ക് എതിർദിശയിൽ വരുന്ന ആ ഡ്രൈവറെ കുറിച്ച് നിനക്ക് യാതൊരു കൺട്രോളുമില്ല. God controls all events. എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവം നിയന്ത്രിക്കുന്നു. Events that are happening in your country, നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, earthquakes and events and everything that happen, anything that affects you in any way, ഭൂകമ്പം അതുപോലെയുള്ള മഹാമാരി എന്ത് തന്നെ ആയിരുന്നാലും നിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യവും God controls them. അതിനെല്ലാം ദൈവം നിയന്ത്രിക്കുന്നു. So അതുകൊണ്ട് I will always give thanks for everything. എല്ലാറ്റിനായിട്ട് ഞാൻ എല്ലായ്പ്പോഴും നന്ദി കരേറ്റുന്നവനായി. Romans 8 verse 28. റോമാലേഖനം 8:28. Romans 8:28 says, റോമാലേഖനം 8:28 എന്താണ് വായിക്കുന്നത്? that God makes everything work for good to those who love God and who are called according to his purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് അവൻ കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. It's not automatic. It's only for those who love him. അത് അവനെ സ്നേഹിക്കുന്നവർക്കാണ്. Don't എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുകയില്ല. find out if the check is in your name before you try to take it. നീ ബാങ്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ചെക്ക് എഴുതിയിരിക്കുന്നത് നിന്റെ പേരിലാണോ എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമാക്കി തീർത്തിട്ട് കടന്നു പോകുക. It's in the name of those who love God. അത് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ പേരിലാണ്. Do you love Jesus? Do you love Jesus with all your heart? ഹൃദയപൂർവ്വം നീ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണോ? More than anything else on this earth? ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഏറ്റവും അധികമായിട്ട് അവനെ സ്നേഹിക്കുന്നവനാണോ? Then God controls everything that happens to work for your good. നിന്റെ നന്മയ്ക്കായിട്ട് നിന്റെ ചുറ്റും സംഭവിക്കുന്ന വ്യക്തികളെ സാഹചര്യങ്ങളെ എല്ലാം അവൻ നിയന്ത്രിക്കുന്നു. He's got the ability to do that. ആ കാര്യം ചെയ്യാനുള്ള ശക്തി അവനുണ്ട്, കഴിവ് അവനുണ്ട്. Take an example. ഉദാഹരണം, The worst thing that happened on this earth, ഈ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും മോശമായ കാര്യം എന്താണ്? evil thing. ഏറ്റവും വൈശാചികമായിട്ടുള്ള What കാര്യം is that? അതെന്താണ്? Crucifixion of Jesus Christ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. There was nothing more evil that is ever done on this earth than the crucifixion of the Son of God. ഭൂമിയുടെ പരപ്പിൽ നടന്ന ഏറ്റവും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. Now tell me, what is the best thing that happened on this earth? ഈ ഭൂമിയുടെ പരപ്പിൽ നടന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് എന്നോട് പറയും. Crucifixion of the Son of God. യേശുക്രിസ്തുവിന്റെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. We wouldn't be here without that. അതില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആകത്തില്ലായിരുന്നു. What is God trying to tell us through the cross? ആ ക്രൂശ് മരണം കൊണ്ട് എന്താണ് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? The worst thing that Satan can do, I can turn into the very best thing for you. സാത്താന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹീനമായ പൈശാചികമായ പ്രവൃത്തി മാനവകുലത്തിന്റെ എന്റെ ഏറ്റവും നന്മയ്ക്കായിട്ട് എനിക്ക് മാറ്റി തിരിക്കാൻ കഴിയുമെന്നുള്ളത്. Then why are you worried about all the other things Satan tries to do to you through people? മറ്റുള്ളവരിൽ കൂടി സാത്താൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനായി ശ്രമിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നീ എന്തിനു വിഷാദിക്കണം? God can turn them for good. അത് നിന്റെ നന്മയ്ക്കായിട്ട് തിരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. Believe it in your heart. ഹൃദയപൂർവ്വം വിശ്വസിക്കുക. Confess it with your mouth. നിന്റെ വാഗൊണ്ട് ഏറ്റുപറയുക. You can resist the devil, he will run away from you. അവനെ നിനക്ക് സാത്താനോട് എതിർത്ത് നിൽപ്പാൻ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. We need not have any fear. അപ്പോൾ നിനക്ക് അല്പം പോലും ഭയം ഉണ്ടാകില്ല. That thing which looks so bad, you can give thanks. വളരെ മോശമായ അവസ്ഥയിൽ നീ കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിനക്ക് നന്ദി കരേറ്റുവാൻ കഴിയും. We must learn how to give thanks. നന്ദി കരേറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. Supposing your wife didn't make breakfast on time before you to go to work one day. വേലക്കായിട്ട് പോകുന്നതിന് മുമ്പായിട്ട്, ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിന്റെ ഭാര്യ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയില്ലെന്ന് ചിന്തിക്കുക. Okay, don't get upset. നീ അവിടെ നിരാശനാകേണ്ട കാര്യമില്ല. Say, well, praise the Lord. Lord, I realize I haven't fasted for a long time, so you wanted me to fast this morning. കർത്താവേ നന്ദി, ഞാൻ കുറേ നാളുകളായിട്ട് ഉപവാസിച്ചിട്ടില്ല, ഇന്ന് ഞാൻ ഉപവസിപ്പാനായിട്ട് നീ ആഗ്രഹിക്കുന്നു, അതിനായിട്ട്. There must be something you wanted to give me through fasting and prayer, so maybe I should skip a meal. ചിലപ്പോൾ ഉപവാസാനും പ്രാർത്ഥനയാലും നീ എനിക്ക് ചില കാര്യങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ആഹാരം ഉപേക്ഷിച്ചു പോകുന്നു. Honestly thank your wife for not making the meal in time. അന്ന് രാവിലെ ആഹാരം ഉണ്ടാക്കാതിരുന്നതിനാൽ അവളോട് സത്യസന്ധയോടെ അവൾക്ക് നന്ദി കരേറ്റു. You can never be defeated. ഒരിക്കലും നിനക്ക് പരാജിതനാകാൻ സാധിക്കില്ല. You'll always give thanks. എല്ലായ്പ്പോഴും നിനക്ക് whatever may happen. എന്ത് സംഭവിച്ചാലും It's amazing. അത് വളരെ മനോഹരമായ ഒരു കാര്യം. And number 7. ഏഴാമതായിട്ട്, Jesus defeated Satan and freed me from his power. കർത്താവായ യേശുക്രിസ്തു സാത്താനെ കാൽവരിയിൽ തോൽപ്പിച്ച് അവന്റെ ശക്തിയിൽ എന്നെ വിടുവിച്ചിരിക്കുന്നു. So I will never be afraid. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഭയചകിതനായി തീരത്തില്ല. Hebrews 2:14, എബ്രായ ലേഖനം 2:14, where we read that
Satan was defeated on the cross. നമ്മൾ അവിടെ വായിക്കുന്നു സാത്താൻ കാൽവറിയിൽ തകർക്കപ്പെട്ടതിനെ കുറിച്ച്. Jesus took part of our flesh and blood so that he might make the devil powerless. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയാകാൻ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. Why? So that he might deliver us who through fear were subject to slavery. ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. Why did he defeat Satan? എന്തുകൊണ്ടാണ് അവൻ സാത്താനെ തോൽപ്പിച്ച് എന്തിനു വേണ്ടിയാണ്? To deliver us from fear. മരണഭീതിയിലായിരുന്ന നമ്മളെ വിടുവിപ്പാൻ. Fear of death is the number one fear all human beings have. മാനവകുലത്തിന്റെ ഒന്നാമത്തെ ഭീതി മരണഭീതിയാണ്. All other fears are below that. എല്ലാ ഭീതികളും ഭയങ്ങളും അതിന് താഴെയാണ്. And if he delivered us from that, he'll deliver us from all the other ones. മരണഭീതിയിൽ അവൻ നമ്മളെ വിടുവിച്ചാൽ മറ്റെല്ലാ ഭയത്തിൽ നിന്നും നമ്മളെ. Because Satan has been defeated on the cross. കാൽവറിയിൽ സാത്താന്റെ തല തകർക്കപ്പെട്ടതിനാൽ we must tell the devil he was defeated on the cross. അവനോട് പറയണം സാത്താനെ നീ കാൽവറിയിൽ നിന്റെ തല തകർക്കപ്പെട്ടവനാണ്. You know, maybe I mentioned before how somebody brought a lady to me for prayer. ഞാൻ നേരത്തെ ഇത് പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ ഒരു ഭൂതബാധിതയായ ഒരു സ്ത്രീയെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. I didn't know it was demon possessed. She looked normal. ഒരു സാധാരണ സ്ത്രീയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. And my wife and I were sitting in the house, and ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ ഭവനത്തിലായിരുന്നു. so I told her, ask Jesus to come into your heart. ഞാൻ അവളോട് പറഞ്ഞു യേശുക്രിസ്തുവിനെ tell the devil you were defeated on the cross. യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സാത്താനോട് പറയുക സാത്താനെ നീ കാൽവറിയിൽ തകർക്കപ്പെട്ടെന്നു. She suddenly changed her voice. അവളുടെ ശബ്ദം അവൾ പെട്ടെന്ന് മാറ്റി. And looked at me in a stern way. ഒരു വല്ലാത്ത രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കി. And said, I was not defeated on the cross. എന്നിട്ട് പറഞ്ഞു ഞാൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. Oh, this is a demon. I thought it was just this woman. ഞാൻ വിചാരിച്ചൊരു സാധാരണ സ്ത്രീയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ ഭൂതബാധിച്ച ഒരു സ്ത്രീയാണ്. So when a demon speaks to me, I reply to the demon. അപ്പോൾ ആ ഭൂതവനോട് സംസാരിക്കുമ്പോൾ ഭൂതത്തോട് ഞാൻ സംസാരിക്കണം. I say, you're a liar. ഞാൻ പറഞ്ഞു നീ ഒരു വഞ്ചകനാണ്, വ്യാജം പറയുന്നു. You were defeated on the cross. നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണ്. Right now, get out of her in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു അവളെ വിട്ടു പോകുവിൻ. Immediately. പെട്ടെന്ന് അവളെ വിട്ടുപോയി. Not even 5 seconds. ഒരു 5 സെക്കൻഡ് പോലും എടുത്തു. Then I told her. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, now say to the devil. ഇപ്പോൾ സാത്താനോട് പറയാ. You were defeated on the cross, Satan. സാത്താനെ നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണ്. She said it immediately. അവൾ പെട്ടെന്ന് അതിന് മറുപടി അങ്ങനെ പറഞ്ഞു. I learned something that day. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. That the devil does not like to hear that he was defeated on the cross. കാൽവറിയിൽ അവൻ തകർക്കപ്പെട്ടു തോൽവി അടയപ്പെട്ടു എന്നൊരു കാര്യം കേൾപ്പാനായിട്ട് സാത്താന് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം. Supposing you got 0 in mathematics in the class. നിങ്ങൾക്ക് ക്ലാസ് പരീക്ഷയിലെ കണക്ക് പരീക്ഷയിലെ 0 ലഭിച്ചെന്ന് ചിന്തിക്കാം. Would you like everybody to go around saying he got 0 in the class? ക്ലാസ്സിൽ എല്ലാവരും ഇവന് 0 മാർക്കാണ് കിട്ടിയെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? Keep quiet, man, don't tell him. പറയില്ലേ? That's exactly like that. അതുപോലാണ് സാത്താൻ പ്രവർത്തിച്ചത്. When I learned that, ഞാനത് മനസ്സിലാക്കിയപ്പോൾ I said, I'm going to remind him as often as possible that he was defeated on the cross. എല്ലായ്പ്പോഴും എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ അവനെ ഓർപ്പിക്കും. Wherever I go, I'm going to teach people, tell the devil you were defeated on the cross by Jesus Christ, my Lord and my Savior. എവിടെയൊക്കെ പോയാലും ഞാൻ ആൾക്കാരെ പഠിപ്പിക്കും, എന്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നിന്നെ കാൽവറിയിൽ തോൽപ്പിച്ചവരാണ്, സാത്താനെ നിന്നെ തോൽപ്പിച്ചതെന്നുള്ളത്. Do you believe that in your heart? നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Yes. Yes. Then from now on, please tell the devil. Don't just keep it in your heart, confess it with your mouth. ഹൃദയത്തിൽ സൂക്ഷിക്കാതെ ഇടയ്ക്കിടയ്ക്ക് സാത്താനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. So I will never be afraid. ഞാൻ ഒരിക്കൽ പോലും ഭയമുള്ളവനായിരിക്കും. See Hebrews 13 verse 6. എബ്രായ ലേഖനം 13:6. Hebrews 13 എബ്രായർ 13 and verse 6. 6-ാമത്തെ വാക്യം. What do we read? നമുക്ക് വായിക്കാൻ The ആഗ്രഹിക്കുന്നു. Lord is my helper. ദൈവം എന്റെ സഹായകൻ. I will not be afraid. ഞാൻ ഭയപ്പെടുകയില്ല. What shall man do to me? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? Can you say that with me? നിങ്ങൾക്ക് എന്നോട് അത് പറയാൻ ചേർന്ന് പറയാം. In any language? ഏത് ഭാഷയിലും കർത്താവ് എനിക്ക് തുണ. The Lord is my helper. I will not be afraid. I will not be afraid. What shall man do to me? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? No, you did not say the verse properly. നിങ്ങൾ ആ വാക്യം നന്നായിട്ടല്ല പറഞ്ഞത്. What does it say in the beginning? ആദ്യം എന്താണ് പറയുന്നത്? We must say it boldly. നമ്മൾ ധൈര്യത്തോടുകൂടിയാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞത്. Not in a sleepy type of way. ഈ ഉറക്കം തൂക്കിയല്ല പറയേണ്ടത്. Let's say it boldly to the devil. ധൈര്യത്തോടു കൂടി പറയുക. The Lord is my helper. ദൈവം എന്റെ തുണ. I will not be afraid. ഞാൻ afraid. What shall man do to me? Say that often. ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. Number 8. 8-ാമത്തെ കാര്യം. God wants to make me a blessing. ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. So I will be a blessing to others. മറ്റുള്ളവർക്ക് ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. The Lord told Abraham in Genesis 12 verse 2. അബ്രഹാമിനോട് ഉൽപ്പത്തി 12
ദൈവം സംസാരിച്ചു, I will bless you and you will be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. You say that was for Abraham. അത് നിങ്ങൾ പറയാതെ അബ്രഹാമിനോടൊരു കാര്യമാണല്ലോ. That's for us too. Galatians 3 and verse 14. ഗലാത്യർ 3:13 That in Christ Jesus that blessing of Abraham comes to me. ക്രിസ്തുവേശുവിൽ കൂടി അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് വന്നിരിക്കുന്നു. So it's not only for him. അത് അബ്രഹാമിന് മാത്രമുള്ളതല്ല. Galatians 3:14. ഗലാത്യ ലേഖനം 3:14. What is the blessing? എന്താണ് ആ അനുഗ്രഹം? Genesis 12:2. I will bless you and you will be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതായിരുന്നു അബ്രഹാമിനോടുള്ള അനുഗ്രഹം. Do you believe it in your heart? ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നുണ്ടോ? Then you must confess it. എങ്കിൽ നീ വായ കൊണ്ട് ഏറ്റു പറയുക. I want to encourage you, my brothers and sisters. സഹോദരന്മാരെ, നിങ്ങളെ ഉത്സാഹിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. All these things I told you are in God's word. ഞാനിപ്പോൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ളതാണ്. You know how Jesus overcame Satan in the wilderness? മരുഭൂമിയിലെ യേശുക്രിസ്തു എങ്ങനെയാണ് സാത്താനെ ജയിച്ചത്? No discussion. അവിടെ ഒരു ചർച്ചയില്ലായിരുന്നു. Just quoted God's word. ദൈവത്തിന്റെ വചനത്തിലേക്ക് പോവുക. Eve could have overcome like that. ഹവ്വായിക്ക് അവനെ സാത്താനെ ജയിക്കാൻ God സാധ്യമായി. said, don't touch it. Don't eat it. ദൈവം പറഞ്ഞു അത് ഭക്ഷിക്കരുത് എന്ന്. Enough. അവിടെ കൊണ്ട് തീർന്നു. But she didn't stop there. എന്നാൽ അവൾ അവിടെ She went നിർത്തി. into a discussion with Satan. സാത്താനുമായിട്ട് ചർച്ചയ്ക്ക് അവൾ പോയി. So don't get into discussion. ആ Say, this is what സാത്താനുമായിട്ട് God's word says. ദൈവത്തിന്റെ വചനം ഇത് പറയുന്നു. I confess it because I believe it in my heart. ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഏറ്റു പറയുന്നു. Christians don't confess their faith enough. ക്രിസ്ത്യാനികൾ To the devil. വിശ്വാസം സാത്താനോട് ഏറ്റു പറയുന്നതിൽ വളരെ വിമുഖതയുള്ളവരാണ്. And it helps us even if there's no one around, just confess it to ourselves. ആരും നമ്മുടെ ചുറ്റുമില്ലെങ്കിൽ നമ്മളോട് തന്നെ ഉത്സാഹത്തിനായിട്ട് അത് ഏറ്റു You know, when പറയും. we confess with our mouth, we ourselves get more faith. നമ്മൾ ഏറ്റു പറയുമ്പോൾ നമുക്ക് തന്നെയും വിശ്വാസം If you വർദ്ധിക്കും. don't believe me, നിങ്ങൾ എന്നെ you വിശ്വസിക്കുന്നില്ല. try confessing these 8 things, ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു പറയുക, you'll find your life has changed. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടായതായിട്ട് You'll കാണും. experience miracles in your life. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങള്, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് You കാണുവാൻ say, സാധിക്കും. if God is for me, who can be against me? നിങ്ങൾക്ക് പറയാം, ദൈവം എനിക്ക് തുണ, മനുഷ്യന്റെ ആർക്കെന്നോട് എന്ത് ചെയ്യാൻ കഴിയും? Praise the Lord. ദൈവത്തിന് സ്തോത്രം. God wants you to build a church. ദൈവം തന്റെ സഭയെ പണിയുന്നു. You have an important part in it. അതിൽ നിനക്കൊരു പ്രാധാന്യമേറിയ ഒരു ഭാഗമുണ്ട്, പങ്കുണ്ട്. Find a church where your faith is strengthened. നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സഭ Don't കണ്ടെത്തുക. sit in a dead church. ഒരു മരിച്ച സഭാഭാഗത്തിൽ ഇരിക്കാതിരിക്കുക. Nobody builds a house in a cemetery. ആരും ഒരു ശവക്കോട്ടയിൽ ഭവനം പണിയുന്നില്ല, No. ഒരിക്കലുമില്ല. Don't sit in a dead church. ഒരു ചത്ത സഭയിൽ ഇരിക്കാതിരിക്കുക. Place where you can hear God's word. ദൈവത്തിന്റെ വചനം സജീവമായിട്ട് നിനക്ക് Where you കേൾപ്പാൻ can be കഴിയുന്നിടത്ത് encouraged to follow the Lord. യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്നതിൽ നിന്നെ ഉത്സാഹിപ്പിക്കുന്ന, വെല്ലുവിളിക്കുന്ന Let's വചനങ്ങളാണ്. pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, thank you for your word that you've given us all these ഈ days. ദിവസങ്ങളിൽ നീ ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദി കരയേറ്റുന്നു. And lead us from one degree of glory to another. മഹത്വത്തിന്റെ ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് ഞങ്ങളെ നടത്തണമേ. Everyone here. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും Help us to be effective members of your body. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയിലെ ആരോഗ്യമുള്ള അവയവങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. Strengthen the church here, Lord. ദൈവത്തിന്റെ സഭയെ നീ ഇവിടെ പണിയണമേ, ശക്തീകരിക്കണമേ. Please bless the elders of this church. സഭയിലെ മൂപ്പന്മാരെ നീ Give അനുഗ്രഹിക്കണം. grace to Brother George Uti, ഞങ്ങള് ജോർജ് ജോട്ടിക്ക് വേണ്ടി Brother Sojan, സോജന് വേണ്ടി and പ്രാർത്ഥിക്കുന്നു. all the brothers and sisters here. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരും Encourage them, Lord, to live for you. നിനക്കായിട്ട് ജീവിപ്പാൻ അവരെ We സഹായിക്കണം. commit them to you. അവരെ നിന്റെ In Jesus' സന്നിധിയിലേക്ക് name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.